அல்ஹம்துடையோன் அமராலே அஹ்மது நபி அருள் மேலே சொல்லி சொலாத்தும் சலாமும் நலமாய் புகழ்ந்தேன் நினைசால். அல்ஹம்துடையோன் அமராலே அஹ்மது நபி அருள் மேலே சொல்லி சொலாத்தும் சலாமும் നല്ലമായി പുകഴ്ന്തേനസാൻ. കമലത്തെ പാടിയ പാട്ടുകൾ വെച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ അഭിമുഖം നടത്തിയവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ ഒരു ഇന്റർവ്യൂ ആണ് ഷഹജ പുളിക്കലിന്റെ ഇന്റർവ്യൂ. ഏകദേശം അത് 30 ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണമായിട്ട് അതിന് കൊടുത്ത ക്യാപ്ഷൻ തന്നെയാണ് ജിൽ ജിൽ സിൽ സിൽ. ശരിക്കും ഈ പാട്ട് അസീസ് തായിനേരിയും NP ഫൗസിയയും അന്ന് പാടി വെച്ചൊരു പാട്ടാണ്. അത് ഷഹജ പുളിക്കൽ വീണ്ടും എടുത്തു പാടിയപ്പോൾ ഒരുപാട് ആളുകൾ വീണ്ടും സ്വീകരിച്ചു. സിനിമയിലടക്കം ആ പാട്ട് വന്നു. അപ്പൊ നിങ്ങൾ അസീസ് തായിനേരിയുടെ കൂടെ ഒരു ശിഷ്യയായിട്ട് പ്രോഗ്രാമിനൊക്കെ പോയിരുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ വളരെ ഒരു ഭാഗ്യമാണത്. ആ അനുഭവം എങ്ങനെയായിരുന്നു? അസീസ് ഖാന്റെ കൂടെ പാടിയ അനുഭവം എന്ന് പറയുമ്പോൾ, അതായത് വളർന്നു വരുന്ന കലാകാരന്മാരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അസീസ് ഖാൻ. കാരണം എവിടെയെങ്കിലും ഒരു കുട്ടി കുറച്ചായിട്ട് പാടുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടിയെ തേടി പിടിച്ച് കൊണ്ടുവന്ന് ആ കുട്ടിക്ക് പാടാനുള്ള അവസരം, പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം എല്ലാം അദ്ദേഹം കൊടുക്കും. പിന്നെ ആ ചെറിയ ചെറിയ പ്രോഗ്രാമിൽ പാട്ട് പാടിപ്പിച്ച് സ്റ്റേജിൽ പാടാനുള്ള ഒരു ധൈര്യവും കൂടെ കൊടുക്കുന്ന ഒരാളാണ് അത്. എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ഇന്ന് മാപ്പിളപ്പാട്ടിൻ്റെ ഫീൽഡിൽ തന്നെയുള്ള ഒട്ടുമിക്ക സിംഗേഴ്സും അസീസ് ഖാൻ്റെ കൂടെ പാടി വളർന്നവരാണ്. അതിൽ പേരെടുത്ത് പറയാൻ ഇപ്പം ഒരുപാട് പറയാനുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളാണ്. പിന്നെ എന്താ പറയേണ്ടത്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു മനസ്സുണ്ട്. കാരണം ഇപ്പം വളർന്നു വരുന്ന കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ വലിയ കലാകാരന്മാരാകുമ്പോൾ അവർക്ക് അത്ര മനസ്സുണ്ടോയെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നില്ല. പക്ഷെ അന്നേരം അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് അതാണ്. അങ്ങനെയാണ് എനിക്കൊക്കെ പാടാൻ അവസരം കിട്ടുന്നത്. മറ്റുള്ളവർക്കും കൂടെ ഒരു ഉപകാരം, അല്ലെങ്കിൽ അവർക്കും കൂടെ ഒരു പ്രചോദനം കൊടുക്കുക അല്ലേ? ഞാൻ തന്നെ എത്തിപ്പെട്ടത് അങ്ങനെയാണ്. എനിക്ക് സെൻട്രൽ കൾച്ചർ റിസോഴ്സിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ചെന്നൈയിൽ വെച്ചിട്ട്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഇൻസ്ട്രുമെൻ്റ് വെച്ച് പാട്ട് പാടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ കലോത്സവത്തിനും അങ്ങനെ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ നമ്മൾ വോക്കൽ ഇങ്ങനെ പാടുന്നതല്ല. അപ്പോൾ എനിക്ക് അങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ട് എൻ്റെ സ്കൂളിലുണ്ടായ ഒരു മാഷുണ്ട്, രാമനാട്ടുകാരിയുള്ള അബൂബക്കർ മാഷ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഇബ്രാഹിം മണോളി മാഷ്. അപ്പോൾ അദ്ദേഹമാണ് അവിടെ എത്തിക്കുന്നത് അസീസ് ഖാൻ്റെ അടുത്ത്. അങ്ങനെ അന്ന് പോയി 1-2 പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് തിരിച്ചു വന്നു. നമ്മൾ ചെന്നൈയിൽ പോയി ആ മത്സരത്തിൽ പങ്കെടുത്തു, ഫസ്റ്റ് പ്രൈസ് ഒക്കെ മേടിച്ചു വന്നു. അവിടെ നിന്ന് ഒരു 3 ദിവസം കഴിയുമ്പോൾ അസീസ് ഖാൻ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. കാരണം മോള് എൻ്റെ കൂടെ വരണം, പാടാനുള്ള കഴിവുണ്ട്. അങ്ങനെ അസീസ് ഖാൻ്റെ ടീമിലേക്ക് കൊണ്ടുവരുന്നു. അന്ന് എനിക്ക് 10 വയസ്സായിരുന്നു. ഇനി അസീസ് ഖാൻ്റെ കൂടെ പാടിയ പാട്ടുകൾ ഓർമ്മ വരുന്നത് എനിക്ക് നമ്മുടെ മരിച്ചുപോയ അഹമ്മദ് പള്ളിക്കര എഴുതിയൊരു പാട്ടുണ്ട്. അതിൻ്റെ കുറച്ച് പേര് പാടാം. മനസ്സെന്ന